justice, for equality. നമ്മൾ ഇന്ന് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. These are the values that moved my brother to walk 8,000 kilometers across India to conduct his yatra for love and unity. ഈ മൂല്യങ്ങളാണ്, സത്യത്തിന്റെയും നീതിയുടെയും തുല്യ മൂല്യങ്ങളാണ് എന്റെ സഹോദരനെ ഈ രാജ്യം മുഴുവൻ 8,000 കിലോമീറ്ററുകൾ നടക്കാൻ എന്റെ സഹോദരനെ പ്രേരിപ്പിച്ചത്. ഈ മൂല്യങ്ങളാണ്. He could not have done that without your support. എന്റെ സഹോദരന് ഈ രാജ്യം മുഴുവൻ നടക്കുക എന്ന കാര്യം ഒരിക്കലും നിങ്ങളുടെ പിന്തുണയില്ലാതെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. My sisters and brothers, you stood by my brother when the whole world was turning its back on him. വയനാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ലോകം മുഴുവൻ എന്റെ സഹോദരനെ തിരിഞ്ഞപ്പോൾ നാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാരായ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. You gave him your strength and you gave him courage to keep fighting. നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സ്നേഹം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ ധൈര്യം നൽകി, നിങ്ങൾ അദ്ദേഹത്തിന് പോരാടാനുള്ള കരുത്ത് നൽകി. എന്റെ വയനാട്ടിലെ പ്രിയപ്പെട്ട നിങ്ങൾ. My whole family will always remain indebted to you. We will always be grateful to you for this support. എന്റെ സഹോദരന് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എന്റെ കുടുംബം മുഴുവനും എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും, നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. I know he is sad to leave you, and I have promised that I will only strengthen the bond between you and him and between your family and my families. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്റെ ഫാമിലിയോട് കുടുംബം പോലെയാണ്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഞാനും നിങ്ങളും എന്റെ സഹോദരനുമായിട്ടുമുള്ള ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആടുന്നതാണ് നിങ്ങൾ എന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. He has explained to me the large issues that you are facing, whether it is the issue of the medical college or the issue of the night traffic ban, or the issues that you are facing to the conflict with the wildlife and the animals. My farmer sisters and brothers, my tribal sisters and brothers, my brother has explained to me the things that you face and your struggles. I want to come to your houses, to your areas. I want to come and understand straight from you also what issue you face and how we can together help to resolve them and how we can tackle them. വയനാട്ടിലെ എന്റെ സഹോദരി സഹോദരന്മാരെ, രാത്രികാല യാത്രാ നിരോധനം, ഇവിടുത്തെ വന്യജീവി സംഘർഷം, മനുഷ്യ സംഘർഷം, അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം, അതുപോലെയുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും എന്താണെന്ന് എന്റെ സഹോദരൻ എന്നോട് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ടറിയുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാൻ ആഗ്രഹമുണ്ട്. This is a new journey for me and you are my guides, you are my teachers on this journey. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ യാത്രയാണ്. ഈ യാത്രയിൽ എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ യാത്രയിൽ എന്റെ വഴികാട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളാണ്. For me, each one of you is a symbol of യാത്രയിൽ എന്റെ വഴികാട്ടുകൾ എന്ന് പറയുന്നത് it is you are the symbol of the trust between me, my family and all of you. നിങ്ങൾ ഓരോരുത്തരും, ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഞാനും എന്റെ കുടുംബവും നിങ്ങളും, നമുക്കിടയിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ് വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For all of this politics, I have been a mother of 2 children. I have built a family. ഈ രാഷ്ട്രീയത്തിനൊക്കെ മുമ്പ് ഞാൻ 2 മക്കളുടെ ഒരു അമ്മയാണ്. ഞാൻ ഒരു കുടുംബം. The one thing I always wanted my children to know, and every member of my family to know, that no matter what difficulty I have faced, no matter what happened in my life, whenever they needed me, I would be there to stand by them. ഞാൻ
ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെന്ന് പറയട്ടെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ കുടുംബാംഗങ്ങളെ എല്ലാവരോടും പറയട്ടെ, എന്റെ കുടുംബാംഗങ്ങളോട് പറയട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നപ്പോഴും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴും എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എന്റെ ആവശ്യം വന്നപ്പോൾ എല്ലാ കാലവും ഞാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട്. You are also my family. And I want you to know the same. That I am here to fight for you. I am here to stand by you through thick and thin. I am here to be your voice, to fight your battles, and I will not let you down. ഞാൻ അതേ കാര്യം തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത അതേ കാര്യം തന്നെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ എങ്ങനെ അവരോടൊപ്പം നിന്നിട്ടുണ്ടോ അതുപോലെ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ നല്ല കാലത്തും കെട്ട കാലത്തും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. നിങ്ങളുടെ ശബ്ദത്തെ ഞാൻ പ്രതിനിധീകരിക്കും. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I thank you from the core of my heart for accepting me as the UDF candidate from Wayanad. വയനാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ അംഗീകരിക്കുന്നതിന്, എന്നെ അംഗീകരിച്ചതിന്, എന്നെ ഉൾക്കൊള്ളുന്നതിന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And I thank you for your love. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Thank you. നന്ദി. ജയ് ഹിന്ദ്. Kharge ji, Sonia Gandhi ji, leaders of the UDF, Congress leaders, workers, brothers and sisters, I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളെ, ഖാർഗെജി, സോണിയാജി, അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. I think all of you understand very well the relationship that I have shared with the people of Wayanad. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും വയനാട്ടിലെ ജനങ്ങളുമായി എനിക്ക് എന്ത് തരം ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന്. Priyanka in her speech said that you protected me and you looked after me when I needed it most. പ്രിയങ്കയുടെ പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ സംരക്ഷിച്ചു, നിങ്ങൾ എന്റെ കൂടെ ഒപ്പം നിന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോൾ എന്ന് വളരെ കൃത്യമായി പ്രിയങ്ക പറഞ്ഞു. But when she was saying that, I was thinking to